നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയാണ്, ഇത്തരത്തിൽ ഈ ഫോൺ കൊണ്ടൊക്കെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാകാമല്ലോ എന്നൊരു ചോദ്യം വരുമ്പോൾ അതൊക്കെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഈ മെമ്മറി കാർഡ് നിയമ സംവിധാനത്തിന്റെ പക്കൽ സുരക്ഷിതമാണെന്നൊരു ഉറപ്പുണ്ടായെങ്കിൽ നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തിന് ഈ ഹർജി പോലും വേണ്ടതില്ല. ഇന്ന് ചങ്കുപൊട്ടി ആ പെൺകുട്ടിക്ക് കേരളത്തിന്റെ സമൂഹത്തോട് ഇതൊന്നും പറയേണ്ടിയും വരില്ല. അതുപോലും ഇല്ലാതിരുന്നിട്ടാണ് ആരും ആരോപണം ഉന്നയിക്കരുത് എന്ന് അടച്ചു പറയേണ്ടത്. അത് അങ്ങനെ തന്നെ എടുത്തങ്ങ് വിഴുങ്ങണോ? നോക്കൂ, ഇതിൽ കൃത്യമായി തന്നെ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള 8ാം പ്രതിയായിട്ടുള്ള ഗൂഢാലോചന കേസിൽ ഈ ഇൻസിഡന്റ് നടക്കണമെങ്കിൽ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ മെയിൻ കൾപ്രിറ്റ് ആയിട്ടുള്ള സുനി ഇങ്ങനെ ചെയ്യണം, സുനിക്ക് അതിന് പണം കൊടുക്കാം, അപ്പോൾ എന്നിട്ട് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കണം. എന്തിനാണ് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുന്നത്? ആ സ്ത്രീയുടെ ഉപദ്രവിച്ചാൽ മാത്രം പോരാ, അവരുടെ പ്രൈവസിയെ വെച്ചുകൊണ്ട് വിലപേശാനും അവരുടെ പ്രൈവസി ലോകം മുഴുവൻ കാണിക്കാനും എന്ന് ഭീഷണിപ്പെടുത്താനും അവരെ ഉപദ്രവിക്കാനും അവരെ ടാർണിഷ് ചെയ്യാനും മാത്രമാണ്. ആ ലക്ഷ്യം കൂടി ഇപ്പോൾ ആ ആരോപിക്കപ്പെട്ട പ്രതിക്ക് സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിലൂടെ എന്നാണ് ഇയാൾക്കുള്ള പ്രസക്തി ഇതിനകത്ത്. അതായത് ഗൂഢാലോചനയാണ് ഞാൻ പറയുന്നത്, കൃത്യമായി തന്നെ ഗൂഢാലോചന തിയറി തന്നെയാണ്. ഈ ദിലീപ് എന്ന പ്രതിക്ക് എന്താണോ അയാൾ ആഗ്രഹിച്ച അയാളുടെ ക്രൈം എന്താ പറയുക മുഴുവനായി ചെയ്ത് കഴിക്കാൻ സാധിച്ചു. അതായത് ഈ സ്ത്രീയെ ഉപദ്രവിക്കണം, അത് കൃത്യമായി തന്നെ വീഡിയോഗ്രാഫി ചെയ്യണം, ആ വീഡിയോഗ്രാഫി ചെയ്ത സാധനം കയ്യിൽ വെച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തണം, ഇത് മറ്റുള്ള ആളുകളെ കാണിക്കുന്നു പറയണം, നീ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെയാണല്ലോ ഇതിൽ കൃത്യമായിട്ടുള്ള ആരോപണം. ഈ ആരോപണത്തിൻ്റെ അവസാനം എന്താണ്? ഇയാൾക്കെതിരെ തിരിയുന്ന സമയത്ത് ഇത് മുഴുവൻ ലോകത്തെ കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എന്താണോ പ്രതി ആഗ്രഹിച്ചത്, ഒരാളെ കുത്തിക്കൊല്ലാൻ വിട്ടു, അയാൾ മരിച്ചില്ല, പിന്നെ ഈ പ്രതി ജയിലിൽ ചാടി പോയിട്ട് പിന്നീട് പോയി കുത്തിക്കൊല്ലുന്ന പോലെ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഈ പ്രതിക്ക് വേണ്ടിയോ ഈ പ്രതിയോ മറ്റാളുകളോ ഞാൻ ആരോപിക്കുന്നു അവരൊക്കെ കൂടി ചേർന്ന് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഈ ദൃശ്യം ഇങ്ങനെ മറ്റുള്ള ആളുകളിലേക്ക് ഒരു വിലയുമില്ലാതെ എത്തിക്കണതും അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആരോപിക്കാലോ. മഹാനായ ദിലീപിനെ അപ്പുറത്ത് കൃത്യമായി തന്നെ രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്തോട്ടെ. പക്ഷെ ഞാൻ പറയുന്നു, അതേ മനുഷ്യൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പുറകിലും. ഇന്ന് കാരണം കോടതിയിലെ ജഡ്ജിനോട് ഒരു ആത്മബന്ധം ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ കണ്ടുപിടിക്കുന്ന സംസാരങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ, ടേപ്പിലൊക്കെ കേട്ടതല്ലേ അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ എന്ത് തന്നെ ആവട്ടെ, സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ജുഡീഷ്യറിയുടെ അകത്താണ്. അതാണ് എന്നെപ്പോലുള്ള ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സംഗതി. അതായത് ഈ ജുഡീഷ്യറി ഉണ്ട് ഇവിടെ. രാഹുൽ ഈശ്വരടക്കം നിയമം പഠിച്ച് വന്നിരിക്കുകയാണല്ലോ. ഈ ജുഡീഷ്യറി ഇവിടെ ഉണ്ട് നിങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട്. നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ലാതായി പോയാൽ, നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്യപ്പെട്ടാൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസി വഴി, ഇവിടെ ജുഡീഷ്യറിയാണ് ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ലാണ്ടാക്കുന്നത്. ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും ജുഡീഷ്യറി. ഇവിടെ ചെയ്തിട്ടുള്ള ഈ ആളുകളടക്കമുള്ള, അതായത് ആരുടെയൊക്കെ ഉത്തരവാദിത്തത്തിലാണോ ഈ ഫയൽ ഇരുന്നത്, ആരുടെയൊക്കെ ഉത്തരവാദിത്തത്തിലാണോ ഈ കോടതി ഫംഗ്ഷൻ ചെയ്യുന്നത്, അവർക്കെതിരെ കൾപ്രിറ്റുകളായിട്ട് FIR ഇട്ട് കേസ് അന്വേഷിക്കണം. നേരത്തെ സാറ് പറയണ്ടായിരുന്നല്ലോ, ഇത് ക്രിമിനൽ കേസ് അന്വേഷിക്കേണ്ട, ക്രിമിനൽ നടപടി ക്രമപ്രകാരം പോകേണ്ട മാറ്ററാണ്. അതെ, ഇത് അങ്ങനെ ഈ സംവിധാനത്തിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങേ അത് ഏറെ ബാധിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അങ്ങും പ്രിവിലേജ്ഡാണ്. പ്രിവിലേജ്ഡ് അല്ലാത്ത ആളുകളെ, സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം നീതിയുടെ അങ്ങേ അറ്റത്തൊരു വെളിച്ചമുണ്ട് എന്ന് കരുതി ഇക്കണ്ട രാത്രി മുഴുവൻ നടന്നു തീർക്കുന്ന മനുഷ്യർക്കു നേരെയാണ് ഈ പറയുന്ന വാതിൽ കൊട്ടിയടക്കൽ ഉണ്ടാകുന്നത് എങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകേണ്ടതാണ്. രാത്രി 10:58 എന്തു കൃത്യനിർവഹണ വ്യഥയാണ് ഈ പറയുന്ന മെമ്മറി കാർഡ് പരിശോധിക്കാൻ ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് എന്ന് നിയമം പറയേണ്ടതുണ്ട്.